ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിൽ അപ്രതീക്ഷിതമായ ചില നാടകീയ നീക്കങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം ലോക്സഭ സാക്ഷ്യം വഹിച്ചത്. വനിതകൾക്ക് നിയമസഭകളിലും ലോക്സഭകളിലും 33% സംവരണം ഉറപ്പാക്കുന്ന ബില്ലിന് ലോക്സഭയിൽ തിരിച്ചടി നേരിട്ടിരിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ആദ്യമായാണ് ഒരു ബിൽ വോട്ടെടുപ്പിലൂടെ പരാജയപ്പെടുന്നത്. എന്താണ് ഇതിന് പിന്നിലെ രാഷ്ട്രീയം? എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഇതിനെ എതിർത്തത്? കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ വോട്ടിനിട്ടത്. 298 പേർ ബില്ലിനെ അനുകൂലിച്ചു, 230 പേർ എതിർത്തു. സാധാരണഗതിയിൽ ഭൂരിപക്ഷമുണ്ടെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി പാസാക്കാൻ സഭയിലെ 2/3 വിഭാഗം അംഗങ്ങളുടെ പിന്തുണ വേണം. നിർഭാഗ്യവശാൽ അത് ലഭിച്ചില്ല. 2023 ഇതേ ബില്ലിനെ പ്രതിപക്ഷം പിന്തുണച്ചതാണ്. എന്നാൽ ഇത്തവണ ചിത്രം മാറി. BJPയും കോൺഗ്രസും തമ്മിലുള്ള ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് ഈ വോട്ടെടുപ്പ് വഴി തുറന്നിരിക്കുകയാണ്. പ്രതിപക്ഷം വനിതാ സംവരണത്തിനെതിരല്ല. പിന്നെ എന്താണ് പ്രശ്നം? ഡീലിമിറ്റേഷൻ അഥവാ മണ്ഡല പുനർനിർണയം എന്ന പ്രക്രിയയുമായി ബന്ധിപ്പിച്ചാണ് സർക്കാർ ഈ ബിൽ അവതരിപ്പിച്ചത്. ഇതിനെ ഒരു ട്രോജൻ ഹോഴ്സ് എന്നാണ് പ്രതിപക്ഷം വിശേഷിപ്പിച്ചത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം പറയുന്നത് 2023 പാസാക്കിയ രീതിയിൽ തന്നെ ബിൽ നടപ്പിലാക്കുകയാണെങ്കിൽ പൂർണ്ണ പിന്തുണ നൽകാം എന്നാണ്. എന്നാൽ പുതിയ മണ്ഡല പുനർനിർണയത്തിൻ്റെ മറവിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം കുറയ്ക്കാനും 2029 തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ലാഭത്തിനായി മണ്ഡലങ്ങൾ മാറ്റിവെക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്ന് അവർ ആരോപിക്കുന്നു. നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തിരിച്ചടിയാണ്. ഇതിനു മുൻപ് ഭൂപരിഷ്കരണ നിയമത്തിലോ കർഷക നിയമങ്ങളിലോ സർക്കാർ തടസ്സങ്ങൾ നേരിട്ടെങ്കിലും സഭയിൽ വോട്ടെടുപ്പിലൂടെ ഒരു ബിൽ പരാജയപ്പെടുന്നത് ഇതാദ്യമാണ്. മുമ്പ് രാജീവ് ഗാന്ധി സർക്കാരിൻ്റെ കാലത്തും പഞ്ചായത്ത് രാജ് ബില്ലും വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് പോട്ട നിയമവും ഇതുപോലെ പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. അന്ന് രാജീവ് ഗാന്ധിക്ക് പരാജയം നേരിട്ട ബിൽ പിന്നീട് നരസിംഹറാവുവിൻ്റെ കാലത്താണ് പാസ്സായത്. അതുപോലൊരു സാഹചര്യമാണോ ഇവിടെയും വരാൻ പോകുന്നത്? ഈ പരാജയത്തെ BJP ആയുധമാക്കാൻ സാധ്യതയുണ്ട്. പ്രതിപക്ഷം സ്ത്രീവിരുദ്ധരാണ് എന്ന പ്രചരണം അവർ ഇതിനകം തുടങ്ങിക്കഴിഞ്ഞു. BJP വനിതാ MPമാർ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. മറുഭാഗത്ത് മോദി സർക്കാരിനെ ലോക്സഭയിൽ ആദ്യമേ പരാജയപ്പെടുത്താൻ കഴിഞ്ഞത് പ്രതിപക്ഷത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്നു. എന്നാൽ മണ്ഡല പുനർനിർണയം ഒഴിവാക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് സർക്കാർ. സെൻസസ് നടപടികൾ പൂർത്തിയാകുന്നതോടെ ഇത് വീണ്ടും ചർച്ചയാകും. വനിതാ സംവരണത്തെ മണ്ഡല പുനർനിർണയത്തിൽ നിന്ന് വേർപെടുത്താൻ സർക്കാർ തയ്യാറാകുമോ എന്നതാണ് ഇതിലെ പ്രധാന ചോദ്യം. ചുരുക്കത്തിൽ സ്ത്രീകളുടെ അവകാശത്തേക്കാൾ ഉപരിയായി രാജ്യത്തെ മണ്ഡലങ്ങളുടെ ഘടന നിശ്ചയിക്കുന്ന രാഷ്ട്രീയ തന്ത്രമായി ഈ ബിൽ മാറിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതൊരു വലിയ ചർച്ചാ വിഷയമായി തുടരും എന്നതിൽ സംശയമില്ല.